സഞ്ജു സാംസൺ. സഞ്ജു വിശ്വനാഥ് സാംസൺ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമായ പുല്ലുവിളയിൽ ഒരു ക്രിസ്ത്യൻ മലയാളി കുടുംബത്തിൽ 1994 നവംബർ 11 സഞ്ജു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സാംസൺ വിശ്വനാഥ് മുമ്പ് ഡൽഹി പോലീസിൽ പോലീസ് കോൺസ്റ്റബിളും വിരമിച്ച ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമാണ്. അമ്മ ലിജി വിശ്വനാഥ് ഒരു വീട്ടമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സാലി സാംസൺ ജൂനിയർ ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. നിലവിൽ AGയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. GTP നഗറിലെ നോർത്ത് ഡൽഹി പോലീസ് റെസിഡൻഷ്യൽ കോളനിയിലാണ് സഞ്ജു തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത്. ഡൽഹിയിലെ റോസറി സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. ധ്രുവ് പാണ്ഡവ് ട്രോഫിക്കുള്ള ഡൽഹി അണ്ടർ-13 ടീമിൽ സഞ്ജു എത്താതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഡൽഹി പോലീസ് സേനയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു കേരളത്തിലേക്ക് മാറി. അവിടെ സഞ്ജുവും സഹോദരനും ക്രിക്കറ്റ് ജീവിതം തുടർന്നു. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ബിജു ജോർജിൻ്റെ കീഴിൽ പരിശീലനത്തിനായി അക്കാദമി മാറുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിൽ പങ്കെടുത്തു. സഞ്ജു കേരളത്തിലെ തിരുവനന്തപുരത്തെ സെയിൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ ബിരുദം നേടി. അദ്ദേഹം BA തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. ക്രിക്കറ്റിന് പുറമെ ഒരു IPS ഓഫീസറാകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല അഭിലാഷം. തിരുവനന്തപുരത്തെ ഭാരത് പെട്രോളിയം മാനേജറായി ജോലി ചെയ്യുന്നു. 2018 ഡിസംബർ 22 സഞ്ജുവിൻ്റെ വിവാഹം. പത്നി ചാരുലത രമേശ്. കോവളത്ത് വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ സഹപാഠികളായിരുന്ന ഇരുവരും 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായതിനാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം. മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം ചാരുലത നേടി. ഹ്യൂമൻ റിസോഴ്സിൽ ബിരുദാനന്തര ബിരുദവും ചാരുലത പിന്നീട് പൂർത്തിയാക്കി. അപ്പോഴേക്കും സഞ്ജു സാംസണിനെ ഇവർ പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ ഒരു സംരംഭക കൂടിയാണ് ചാരുലത. സഞ്ജു സാംസൺ 2021 മുതൽ പ്രീമിയർ ലീഗിലെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. 2014 അണ്ടർ-19 ലോകകപ്പിനുള്ള ഇന്ത്യ അണ്ടർ-19 ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് സഞ്ജു. വിജയ് ഹസാരെ ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും ലിസ്റ്റ് A ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറിയും ഇതാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെയാണ് സഞ്ജു പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. IPLൽ അർദ്ധ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അദ്ദേഹം. 2013 ഏപ്രിൽ 29 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ അദ്ദേഹം തൻ്റെ ആദ്യ IPL അർദ്ധ സെഞ്ചുറി നേടിയപ്പോഴാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. 2012 IPL ടൂർണമെന്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. കിങ്സ് 11 പഞ്ചാബ് ടീമിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം തൻ്റെ IPL അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 27 റൺസും 3 ക്യാച്ചുകളും 1 റൺഔട്ടും സ്വന്തം പേരിൽ കുറിച്ച് അദ്ദേഹം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. തൻ്റെ 4ാം മത്സരത്തിൽ പൂനെ വാരിയേഴ്സിനെതിരെ അതിസമ്മർദ്ദ ഘട്ടത്തിൽ നിന്നും ടീമിനെ രക്ഷപ്പെടുത്തി നയാ സോച്ച് എന്ന പുരസ്കാരത്തിന് അർഹനായി. ഓൺലൈൻ പോളിംഗിലൂടെ 2013 IPLലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും സഞ്ജു സ്വന്തമാക്കി. സഞ്ജു ബാറ്റ് ചെയ്യുന്നത് ശ്രീലങ്കയുടെ മുൻ നായകനും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലകനുമായ മഹേള ജയവർദ്ധനയെ പോലെയാണ് എന്ന് ഗവാസ്കർ പ്രശംസിച്ചു.
തിരുവനന്തപുരത്ത് ജൂനിയർ തലങ്ങളിൽ സഞ്ജു തന്റെ മികവു കാട്ടി. അങ്ങനെ സഞ്ജുവിനെ കേരള അണ്ടർ-19 ക്രിക്കറ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടു. പിന്നീട് കൂച്ച് ബിഹാർ ട്രോഫിയിലെ ഉജ്ജ്വല പ്രകടനം 2012 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു. ഏഷ്യ കപ്പിലെ പ്രകടനം നിരാശാജനകമായിരുന്നു. 3 ഇന്നിംഗ്സിൽ നിന്നുമായി 14 റൺസ് നേടാനേ സഞ്ജുവിന് കഴിഞ്ഞുള്ളൂ. മങ്ങിയ പ്രകടനം വേൾഡ് കപ്പിനുള്ള അണ്ടർ-19 ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തില്ല. എന്നാലും സ്ഥിരതയാർന്ന ബാറ്റിങ്ങും വിക്കറ്റിന് പിന്നിലെ മികവും സഞ്ജുവിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു. കേരളത്തിനു വേണ്ടി രഞ്ജി മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി ഇതിനോടകം തന്നെ കരസ്ഥമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിക്കറ്റ് മേഖലയിലേക്ക് വരവറിയിച്ച ഒരു കളിക്കാരനാണ് സഞ്ജു. കാൽപന്തുകളിയിൽ ശ്രദ്ധയാർന്ന ഒരു സംസ്ഥാനത്ത് നിന്നും ഉദിച്ചുയർന്ന ഒരു യുവപ്രതിഭ എന്ന നിലയിൽ സഞ്ജു ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു. കേരളത്തിൽ നിന്നും വളർന്ന നല്ല ഇനം വിളവാണ് സഞ്ജുവെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കമന്ററായ ഹർഷ ബോഗ്ലെ ഒരിക്കൽ ട്വിറ്ററിൽ പരാമർശിക്കുകയുണ്ടായി. 2014 ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 ഏകദിനങ്ങളും ഒരു 2020യിലും കളിക്കാൻ ഇന്ത്യയുടെ 17 അംഗ ടീമിലേക്ക് സഞ്ജുവിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഒരു മത്സരത്തിലും ഇടം നേടാത്ത അദ്ദേഹം MS ധോണിയുടെ ബാക്കപ്പ് കീപ്പറായി തുടർന്നു. 2015 ജൂലൈയിൽ ഹരാരെയിൽ വെച്ച് സിംബാബ്വേക്കെതിരെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചു. 2019 ഒക്ടോബറിൽ ബംഗ്ലാദേശിന് എതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ 2020 ടീമിൽ ഇടം നേടി. 2019 നവംബറിൽ ശിഖർ ധവാനെ പരിക്കേറ്റതിനെ തുടർന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. ശ്രീലങ്കയ്ക്കെതിരെ 3ാം T20 കളിച്ചു. ന്യൂസിലൻഡിലെ ഇന്ത്യ പര്യടനത്തിന്റെ T20I സീരീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഓപ്പണറായി കളിച്ചു. 2020 ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ 2020 ഇന്റർനാഷണൽ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. നവംബർ 9 ഓസ്ട്രേലിയക്കെതിരായ പരമ്പരകൾക്കുമായി അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏകദിന ടീമിൽ ചേർത്തു. 3 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 48 റൺസ് നേടിയ അദ്ദേഹത്തിന് ഒരു മികച്ച പരമ്പര ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് ശ്രമങ്ങളെ വിമർശകർ അഭിനന്ദിച്ചു. പുരസ്കാരങ്ങൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മികച്ച ക്രിക്കറ്റർക്കുള്ള SK നായർ പുരസ്കാരം. 2026 വേൾഡ് കപ്പ് T20 മാർച്ചിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പ്രകടനത്തെ വാനോളം പുകഴ്ത്തി മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. സഞ്ജു സിക്സറുകൾ പറത്തുന്നത് കാണുമ്പോൾ ഇന്ത്യൻ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ അതേ അനായാസതയാണ് തോന്നുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചോപ്ര സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മികവിനെ വിശകലനം ചെയ്തത്. സിക്സറുകൾ അടിക്കുന്നത് ഒരു കലയാണ്. പലരും ശക്തി ഉപയോഗിച്ച് പന്തടിക്കുമ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിൽ പന്ത് തട്ടുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. രോഹിത് ശർമ്മയെപ്പോലെ വളരെ അനായാസമായാണ് സഞ്ജു പന്ത് ഗാലറിയിൽ എത്തിക്കുന്നത്. അവൻ പന്തിനെ ശക്തിയായി പ്രഹരിക്കുകയല്ല, മറിച്ച് മനോഹരമായി ഫ്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ചോപ്ര പറഞ്ഞു. 42 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ 8 ഫോറുകളും 7 സിക്സറുകളുമാണ് ഉൾപ്പെട്ടത്. ഇന്ന് മാർച്ച് 8 ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ സഞ്ജുവിന് ഇന്ത്യക്ക് വിജയകിരീടം ചാർത്തിക്കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യക്ക് വിജയകിരീടം ചൂടുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.